Okay, good afternoon, students. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഇനി അധികം വരാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഓഡിബിൾ തന്നെ ആണല്ലോ അല്ലേ? എനിക്ക് ചെറിയ ഒരു കേരളം മുഴുവൻ ഇപ്പോൾ ഒരു ചുമയുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടൊരു ത്രോട്ട് ഇൻഫെക്ഷൻ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ക്ലാസ് എടുത്തപ്പോൾ നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും സൗണ്ട് നല്ലപോലെ പോയിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് മൊത്തം സൗണ്ട് പോയിരുന്നു. പിന്നെ ഇന്നലെ കുറേ ചൂടുകളൊക്കെ ഇങ്ങനെ ഉപ്പുകളൊക്കെ കൊണ്ട് ഒരു വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയി. ഇന്ന് രാവിലത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു സൗണ്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. തീരെ ഓഡിബിൾ അല്ലെങ്കിൽ നിങ്ങൾ പറയും, അപ്പോൾ ഞാൻ നിർത്തിക്കൊള്ളട്ടെ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഫിസിക്കലി ആം ഓൾറൈറ്റ്. ഈ ശബ്ദം മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണുന്ന ഒരു എക്സ്പ്രഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു integral 1 by 2 pi j integral sigma minus j infinity to sigma plus j infinity x of s e to the power st ds ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. And this is a weird integral, and in my ever lifetime I have never used this, and I don't know how to use this also. So ഇത് ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. നമുക്ക് ചോദിക്കാറുള്ളതെല്ലാം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വെച്ചിട്ടുള്ള ഇത് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ 1 2 3 4 കാറ്റഗറി ഉണ്ട്. ഈ 4 കാറ്റഗറിയിൽ നിന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അത്ര പാർഷ്യൽ ഫ്രാക്ഷൻസ് എക്സ്പാൻഷൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ s square plus 5s plus 6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് കാണണം. മേ ബി അഡീഷണലി നമ്മളടുത്ത് ചിലപ്പോൾ ROC കൂടി ചോദിക്കാറുണ്ട്. Let the ROC of this transform is given as sigma നോക്കട്ടെ, sigma greater than -2. ഓക്കെ, ROC പറ്റി ഇപ്പോൾ ബോധർ ചെയ്യണ്ട, നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്ററിൽ അതൊരു പോളിനോമിയൽ ഫോമിലാണ് കിടക്കണം. അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. യു ഹാവ് ടു ഫാക്ടറൈസ് ഇറ്റ്. സോ വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ടു ഫാക്ടറൈസ് ഇറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 2. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ നമുക്ക് അറിയാം, ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഫാക്ടറൈസ് ചെയ്ത ഈ സാധനത്തിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം. ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2. ഓക്കെ, ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയത് എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 എന്നാണ്. ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ന്യൂമറേറ്ററിനെ നെവർ മൈൻഡ്, ന്യൂമറേറ്ററിനെ നോക്കുക വേണ്ട, ഡിനോമിനേറ്ററിനെ മാത്രം ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററിൽ ഓരോ ഫാക്ടർ വരുന്ന വിധത്തിലാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്, പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കേണ്ടത്. സോ റിമെമ്പർ, നെവർ മൈൻഡ് ദ ന്യൂമറേറ്റർ, നെവർ മൈൻഡ് ന്യൂമറേറ്റർ. ഓക്കെ, ഡിനോമിനേറ്റർ ഡിസൈഡ്സ് ദ പാർഷ്യൽ ഫ്രാക്ഷൻ. ഒരു പ്രോസസ് വന്നിട്ടുണ്ട്, നെവർ മൈൻഡ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഡിസൈഡ്സ് ദ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ ന്യൂമറേറ്റർ എന്ത് തേങ്ങ ആയിക്കോട്ടെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ന്യൂമറേറ്ററിനെ ഒഴിവാക്കിയിട്ട് എ ബൈ എസ് പ്ലസ് 3, ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ഫാക്ടറിനെ വെച്ചിട്ട് എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ഡിനോമിനേറ്ററിലെ സെക്കൻഡ് ഫാക്ടർ വെച്ചിട്ട് ബി ബൈ എസ് പ്ലസ് 2. ഇങ്ങനെ വേണം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ. ഓക്കെ, അപ്പൊ ഇത് കാറ്റഗറി 1 ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ ആക്കി ഇതിൽ എയും ബിയും എവിടുന്നോ ഒന്നാണ് നമ്മളായിട്ട് കൊണ്ടുവന്ന പ്രശ്നക്കാരാണ്. അപ്പൊ ഈ പ്രശ്നക്കാരെ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. അപ്പൊ ഇത് ചെയ്യണം, എൻ്റെയും ബിന്റെയും വാല്യൂസ് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതിനെന്താ ചെയ്യാം, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ എക്സ്പ്രഷന്റെ LCM കണ്ടുപിടിക്കാം. ഓക്കെ, LCM കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഞാനൊന്ന് ഇലാബറേറ്റ് ആയിട്ട് ചെയ്തു തരാം. എസ് ബൈ എസ് പ്ലസ് 3 into s plus 2 equal to a into s plus 2 plus b into s plus 3 whole divided by s plus 3 into s plus 2. ഇങ്ങനെയാണല്ലോ വരിക LCM കണ്ടുപിടിക്കുമ്പോൾ, ശരിയല്ലേ?
ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഓൾ ടുഗദർ യു വിൽ ഹാവ് എസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് ത്രീ എന്നായിരിക്കും. ഓക്കെ, ഇന്നത്തെ പ്രശ്നക്കാർ എയും ബിയും ആണ്. നമ്മൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് നമുക്ക് ഇപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം ചെയ്യാം. ഇവിടെ എസ് ഈക്വൽ ടു -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ എസ് ഈക്വൽ ടു -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ ഇക്വേഷനിൽ എസ് ഈക്വൽ ടു -3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബി വാനിഷായി നമുക്ക് എന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ വിൽ ഡു ദാറ്റ്. പുട്ട് എസ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് പറ്റി? ദിസ് ഇക്വേഷൻ ബിക്കംസ് -2 ഈക്വൽ ടു LHS -2 ആണ്, a into 0 plus b into 1. So that readily gives us b equal to -2. അപ്പോൾ പ്രശ്നക്കാരിൽ ഒരാളെ കിട്ടി. ഇനി അടുത്തവനെ കണ്ടുപിടിക്കാൻ പുട്ട് എസ് ഇസ് ഈക്വൽ ടു -3. അപ്പോൾ LHS -3 ഈക്വൽ ടു എന്നായി. ഇക്വേഷനിൽ -3 ഈക്വൽ ടു എന്നായി. a into -1 plus b into 0. That readily gives us minus a equal to -3. That means a equal to 3. So നമ്മുടെ പ്രശ്നക്കാരെ രണ്ടുപേരും നമ്മൾ കണ്ടുപിടിച്ചു. So we got a equal to 3 and b equal to -2. Okay, answer is right. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ ഈ ഒറിജിനൽ എക്സ്പ്രഷനെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് x of s is equal to a ക്ക് പകരം 3 ആണ്, 3 by s plus 3 and b ക്ക് പകരം -2 ആണ്. സോ -2 by s plus 2. Okay, right? 3 into 1 by s plus 3 minus 2 into 1 by s plus 2. ഓക്കെ, ഞാൻ മുകളിലത്തെ ഭാഗം ഒന്ന് മായ്ക്കട്ടെ. അതല്ല നോക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയത് x of s is equal to 3 into 1 by s plus 3 minus 2 into 1 by s plus 2. ഈ x of s ൽ കിട്ടിയ രണ്ട് ടേംസും നമുക്ക് അറിയാവുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. So now it is very easy to find out the inverse Laplace transform. Just take the inverse Laplace transform of each separate term, and therefore you will get x of t equal to 3 into, what is the inverse transform of 1 by s plus 3? It is e to the power minus 3t of t minus 2 into second term in the inverse and 1 by s plus 2 inverse e to the power minus 2t, e to the power minus 2t of t. So ultimately the final answer is x of t equal to 3 e to the power minus 3t minus 2 e to the power minus 2t all into u of t. This is the answer. Okay, അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ s square by s square plus 5 plus 6 ആയിരുന്നു, പോളിനോമിയൽ ഫോമിലായിരുന്നു ഡിനോമിനേറ്റർ. അയാളെ പഠിച്ച് ഫാക്ടറൈസ് ചെയ്തു. എന്നിട്ട് നെവർ മൈൻഡ് ന്യൂമറേറ്ററിനെ മൈൻഡ് ചെയ്തില്ല, ഡിനോമിനേറ്ററിനെയാണ് എന്ത് ഡിസൈഡ് ചെയ്യുക? പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയാണ് ഡിസൈഡ് ചെയ്യുക. അങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി അതിൽ എയും ബി ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്ത വേരിയബിൾസ് ആയിരുന്നു. അതിന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു, അത് തിരിച്ചിട്ട് കൊടുത്തു, ദെൻ ഈസി ആയിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ROC സിഗ്മ ഗ്രേറ്റർ ദാൻ -2 എന്ന് കൊടുത്തിരുന്നു. അതിന്റെ റെലവൻസ് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻവേഴ്സിൽ ഒന്നിലധികം ഇൻവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ROC പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളത് പറഞ്ഞു തന്നെയാണ് ക്ലാസ്സിൽ. സോ നമ്മുടെ x of s എന്ന് പറയുന്നത് s by s plus 3 into s plus 2 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് പോൾസ് ഉണ്ട്. ഓക്കെ, ഒന്ന് -3ലും ഒന്ന് -2ലും. ഓക്കെ, സോ ROC സിഗ്മ ഗ്രേറ്റർ ദാൻ -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അത് ROC ഈസ് റൈറ്റ് ടു ദ റൈറ്റ് മോസ്റ്റ് പോൾ. ROC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ദ റൈറ്റ് മോസ്റ്റ് പോൾ ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും? അതൊരു കോസൽ സിഗ്നൽ ആയിരിക്കും. പ്രോപ്പർട്ടീസ് ഫോർമില്ലേ? കോസൽ സിഗ്നൽ ആണെങ്കിൽ the ROC will be right to the rightmost pole of the transfer function.
അപ്പോൾ ഇതിൽ രണ്ട് പോൾസ് ഉണ്ട്. ഇതിന് റൈറ്റ് മോസ്റ്റ് അതുകൊണ്ട് കോസലാണ്. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് 3e⁻³ t - 2e⁻² ഇൻറ്റു u(t) എന്നിട്ടത്. ബിക്കോസ് ഇങ്ങനെ u(t) എന്നിട്ട് കഴിഞ്ഞാൽ എന്താണ്, സിഗ്നൽ റൈറ്റ് സൈഡഡ് ആണ് അല്ലേ, ലെഫ്റ്റ് സൈഡഡ് ആയിട്ട് ഒരു വാല്യൂസും ഉണ്ടാവില്ല. അപ്പോൾ ഈ ROC അനുസരിച്ചിട്ടാണ് ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ആൻസർ എഴുതിയത്. സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള ROC ഇങ്ങനെ അല്ലായിരുന്നു വിചാരിക്കുക, സിഗ്മ ഗ്രേറ്റർ ദാൻ -2 അല്ലായിരുന്നു വിചാരിക്കുക, മേ ബി സിഗ്മ ലെസ് ദാൻ -3 ആയിരുന്നു വിചാരിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? അപ്പൊ നമ്മുടെ ROC എന്ന് പറയുന്നത് ഒന്നും കൂടി മാറ്റാം. അപ്പോ ROC പറയുന്നത് പോൾസ് ഇപ്പോഴും -2ലും -3 തന്നെയാണ്. പക്ഷെ ROC വരുന്നത് -3 സിഗ്മ ലെസ് ദാൻ -3, അതായത് ലെഫ്റ്റ് ടു ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? റിസൾട്ടിങ് സിഗ്നൽ വിൽ നോട്ട് ബി കോസൽ, ഇറ്റ് വിൽ ബി നോൺ. ആരാ ഈ നേരത്തെ വരുന്നത്? ഓക്കെ, അപ്പൊ കിട്ടുന്ന ROC എന്ന് പറയുന്നത് ഇപ്പൊ തന്നിട്ടുള്ള ROC സിഗ്മ ലെസ് ദാൻ -3 ആണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ടു ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ. അപ്പൊ നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് ROC, an ROC which is left to the leftmost pole corresponds to a signal which is non-causal. അപ്പൊ നമ്മുടെ ആൻസർ ഇതല്ല കിട്ടുക. പിന്നെ എന്താ കിട്ടുക? x(t) equal to -3e⁻³ t u of -t minus -2e⁻²t u of -t. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. രണ്ട് സിഗ്നൽസും എന്താവണം? ലെഫ്റ്റ് സൈഡഡ് ആവണം. ഓക്കെ, അപ്പൊ ഇതാണ് സിഗ്മ ലെസ് ദാൻ -3 ആണ് ROC എങ്കിൽ അതിന്റെ ആൻസർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. ഇനി എന്താണ്? സിഗ്മ ക്യാൻ ബി ബിറ്റ്വീൻ -3 and -2. I will draw that too. Okay, third possibility of ROC is right, -3 less than sigma less than -2. അങ്ങനെ പറയാം. അതായത് -2ൽ ഒരു പോൾ ഉണ്ട്, -3ൽ പോൾ ഉണ്ട്. -3ന്റെയും -2ന്റെയും ഇടയിലാണ് നമ്മുടെ ROC എടുക്കുന്നത്. ഇപ്പൊ എങ്ങനെയാ വരിക? ഇൻവേഴ്സ് ട്രാൻസ്ഫോം എങ്ങനെയാ വരിക? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. -3 എന്ന പോളിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു ROC എടുക്കുകയായിരുന്നെങ്കിലും -2 എന്ന പോളിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ROC എടുക്കുകയായിരുന്നെങ്കിലും രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആണ് ഇപ്പൊ തന്നിട്ടുള്ള -3 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ -2. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്ഥലമല്ല. ഓക്കെ, ആദ്യത്തെ ഒരു ടേമിന്റെ ROC സിഗ്മ ഗ്രേറ്റർ ദാൻ -3 ആയിരുന്നു. ഓക്കെ, ROC. രണ്ടാമത്തെ ടേമിന്റെ ROC സിഗ്മ ലെസ് ദാൻ -2 ആയിരുന്നു. സിഗ്മ ലെസ് ദാൻ -2 ആയിരുന്നു. ഈ രണ്ട് ROCകളുടെയും ഇന്റർസെക്ഷനിലെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള -3 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ -2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിസൾട്ടിങ് കിട്ടുന്ന സിഗ്നലും അങ്ങനെ തന്നെ എഴുതണം. എങ്ങനെ എഴുതണം? പോൾ 3 -3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമിന് റൈറ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് പോൾ സിഗ്മ s equal to -2 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമിന്റെ കറസ്പോണ്ടിങ് സിഗ്നൽ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ട് ROC ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്റർസെക്ഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലെ പോലെ -3 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ -2 ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൽ അങ്ങനെ തന്നെ എഴുതണം. x(t) equal to ഇതാണ് ഒറിജിനൽ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. ഇതായിരുന്നു, ഈ എക്സ്പ്രഷൻ ആയിരുന്നു. ഇതിലെ ഫസ്റ്റ് ടേം ആണ് s equal to 3 എന്ന പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അല്ലെ, e⁻³ ആണ് അതിന്റെ ട്രാൻസ്ഫോം കാണുമ്പോൾ 1/3 ആയിരിക്കും. സോ പോൾ equal to -3. അപ്പോൾ ഈ ടേം എന്താണ്? റൈറ്റ് സൈഡഡ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ അതുപോലെ തന്നെ എഴുതാം. 3e⁻³ t u of t. ഓക്കെ, ഇനി സെക്കൻഡ് ടേം എന്താണ്? 2e⁻²t. അതാണ് പോൾ s equal to -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അയാൾ എങ്ങനെ എഴുതണം? അയാൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ആയിട്ട് എഴുതണം. സോ വി ഹാവ് ടു റൈറ്റ് -2e⁻²t u of -t. ഓക്കെ, ഇതാണ് ഈ ഒരു
ROCക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രാൻസ്ഫോം. ഓക്കെ, സോ അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ROC സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതാച്ചാൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എഴുതാം. പക്ഷെ ROC തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3 ROCക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട്. സിഗ്മ ഗ്രേറ്റർ ദാൻ -2 അല്ലെങ്കിൽ സിഗ്മ ലെസ് ദാൻ -3 അല്ലെങ്കിൽ 3 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ -2 ഇങ്ങനെ 3 ROCക്ക് സ്കോപ്പ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം x(t) എടുത്ത് എഴുതാൻ. ഓക്കെ, അപ്പോൾ x(t)യുടെ കാര്യങ്ങൾ, ഈ ഒരു ROCയുടെ കാര്യങ്ങൾ ഞാൻ വേറൊരു പ്രോബ്ലംസിൽ സംസാരിക്കണില്ല, കൺഫ്യൂസ് ആക്കണില്ല. ജസ്റ്റ് ഇൻവേഴ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് ഇതും കൂടിയും പറഞ്ഞു മാത്രം. പക്ഷെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ എല്ലാം നോക്കണം കേട്ടോ. ഓക്കെ, so that was one simple problem of getting the inverse Laplace transform using simple partial fraction expansion. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Now we will go to the second problem, which is second category of partial fraction expansion. The question is find the inverse Laplace transform of x of s is equal to 3s plus 4 divided by s plus 1 into s plus 2 the whole square. സോ ഇവിടെ നേരത്തേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് എന്താ വന്നിട്ടുള്ളത്, ഡിനോമിനേറ്ററിൽ ഒരു ഫാക്ടർ, ഇത് ഫാക്ടറൈസ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മൾ വേറെ പോളിനോമിയൽ ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഫാക്ടറിൽ പവർ ഡിഗ്രി 2 ആണ്. ഇൻസ്റ്റെഡ് ഓഫ് 1 ഇറ്റ് ഈസ് 2. s plus 2 സ്ക്വയർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അതേ പദ്ധതി എടുക്കുക. എന്താണ്? നെവർ മൈൻഡ് ന്യൂമറേറ്റർ നെവർ മൈൻഡ് ആൻഡ് ഡിനോമിനേറ്റർ ഡിസൈഡ്സ് ദ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ ന്യൂമറേറ്ററിൽ എത്ര തന്നെ വേരിയബിൾ വന്നാലും, ഇപ്പോൾ 3s plus 4 ഉണ്ട്, 3s² വന്നാലും ഒന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റർ മാത്രം നോക്കാം. സോ വി ക്യാൻ റൈറ്റ് x of s equal to 3s plus 4 divided by s plus 1 into s plus 2 square is equal to, നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. ന്യൂമറേറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ഫാക്ടർ s plus 1 ആണ്. നേരത്തെ പോലെ തന്നെ a by s plus 1 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ഇനി ഡിനോമിനേറ്ററിൽ 2 ആണ് ഡിഗ്രി, s plus 2 into s plus 2 ആണ് വരുന്നത്. സോ വി വിൽ റൈറ്റ് b by s plus 2 plus c by s plus 2 the square. ഇങ്ങനെ വേണം ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ. ഫസ്റ്റ് a by s plus 1, പിന്നെ നെക്സ്റ്റ് s plus 2 സ്ക്വയറിന് b by s plus 2 plus c by s plus 2 the whole square. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ 3 പ്രശ്നക്കാരെ ഇവിടെ കൊണ്ടുവന്നു. ഈ 3 പ്രശ്നക്കാരുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ അതിനുവേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ആദ്യം LCM കണ്ടുപിടിക്കും. സോ LCM കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇനി ഞാൻ കുറച്ചുകൂടി സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. 3s plus 4 will be equal to a into s plus 2 the whole square plus b into s plus 1 into s plus 2 plus c into s plus 1. ശരിയല്ലേ? നോക്കൂ, ഇതാണ് ഇതിന്റെ LCM വരിക. ഞാൻ ഡിനോമിനേറ്ററിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, ആ ഒരു സ്റ്റെപ്പ് അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. സോ യു വിൽ ഗെറ്റ് 3s plus 4 equal to a into s plus 2 square plus b into s plus 1 into s plus 2 and plus c into s plus 1. ഓക്കെ, ഇനി എന്ത് കൊടുക്കാം, നമുക്ക് ഓരോ എൻ്റെയും ബിൻ്റെയും സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ സോ പുട്ട് s equal to -2 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുക, 3 LHS എന്താവുക, 3 into -2 plus 4 ആണ്. ദാറ്റ് മീൻസ് -6 plus 4 ഇറ്റ്സ് -2. -2 equal to ഫസ്റ്റ് ടേം 0 ആയി പോയി, സെക്കൻഡ് ടേം 0 ആയി പോയി, തേർഡ് ടൈം പെർസിസ്റ്റീവ് c into -1. ശരിയല്ലേ? അതെ. സോ ദാറ്റ് റിയലി ഗിവ്സ് us c equal to 2. c ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി s is equal to -1 കൊടുത്ത s is equal to -1 കൊടുത്തു. പുട്ട് s is equal to -1. അടുത്തൊരു വേരിയബിൾ കിട്ടാൻ വേണ്ടിയിട്ട് s is equal to -1 കൊടുത്തു. ദാറ്റ് മീൻസ് -3 plus 4 is 1. 1 equal to LHS 1 ആയി മാറും. 1 is equal to a into 2 minus 1 1 a plus ബാക്കി രണ്ട് ടേംസും 0 ആയി പോകും. s is equal to -1 അല്ലേ, 0 ആയി പോകും. That really gives us a equal to 1. ഓക്കെ, അപ്പോൾ എ ബി സിയിലെ എയും സിയും കിട്ടി. ഇനി ബി എ കിട്ടാനുള്ളൂ. അപ്പൊ ഇനി കുട്ടി s equal to -1 കൊടുത്താലും -2 കൊടുത്താലും ബി കിട്ടാൻ പോകില്ല, കാരണം അത് എന്തായാലും 0 ആയി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ എക്സ്പ്രഷനിൽ നമ്മൾ
വേണമെങ്കിൽ കോൺസ്റ്റൻസിനെ വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റൻസ്. ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റൻസ്. അപ്പോൾ LHSലെ കോൺസ്റ്റന്റ് ഏതാണ്? എസ് ഇല്ലാത്തതാണ് കോൺസ്റ്റന്റ്. സോ 4 ആണ് കോൺസ്റ്റന്റ്. 4 ഈക്വൽ ടു, അപ്പോൾ LHSലെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ RHSലെ കോൺസ്റ്റന്റ് ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ RHS നമുക്ക് ഓരോ ടേം ബൈ ടേം നോക്കാം. ഈ ടേമിൽ കോൺസ്റ്റന്റ് എന്താ വരിക? S² + 4S + 4 ആണ് വരിക അല്ലെ. 4 × a പുറത്തുണ്ട്. സോ 4a പ്ലസ് സെക്കൻഡ് ടേമിൽ എന്താ കോൺസ്റ്റന്റ് വരിക? S² + ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ S² + 3s + 2 ആണ് കിട്ടുക. ഓക്കെ, ആ 2 ഉണ്ട്, b ഉണ്ട്. 2 × b ആണ് ആ സെക്കൻഡ് ടേമിൽ കോൺസ്റ്റന്റ് വരിക. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ടേമിൽ എന്താണ് കോൺസ്റ്റന്റ്? CS + c ആണ് വരിക. സോ c ആണ് കോൺസ്റ്റന്റ്. സോ LHSലെ കോൺസ്റ്റന്റ് വിൽ ബി ഈക്വൽ ടു RHSലുള്ള കോൺസ്റ്റന്റ്. ഓക്കെ, ഫസ്റ്റ് വി ഗോട്ട് 4 = 4a + 2b + c. ഇതിൽ എക്കും സിക്കും ഓൾറെഡി വാല്യൂ കിട്ടിയതാണ്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. Therefore 4 = 4 × 1 + 2b + 2. That means 4 = 6 + 2b. That will give you 2b = -2. So b = -1. Okay. Okay, fine. So we got a = 1, c = 2, b = -1. Therefore we will rewrite our function as therefore x of s is equal to a by s + 1. നമ്മൾ ഇനി ഈ പാർഷ്യൽ ഫ്രാക്ഷനെ മാറ്റാണ്. a by s + 1, that means 1 by s + 1 plus b by s + 2, b = -1, so -1 by s + 2, and finally plus c by s + 2 the whole square. c is 2 plus 2 × 1 by s + 2 the whole square. So we got x of s in separate terms. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഓഫ് ടി കണ്ടുപിടിക്കാം. ബിക്കോസ് ഓരോ ടേമിൻ്റെയും എക്സ് ഓഫ് ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അത് എന്താ വരിക നോക്കാം. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഫസ്റ്റ് ടേമിൻ്റെ ഇൻവേഴ്സ് എന്താണ്? e⁻t. e⁻t ഓഫ് ടി. ഓക്കെ, മൈനസ് സെക്കൻഡ് ടേമിൻ്റെ എന്താണ്? 1 by s + 2 ആണ്. സോ e⁻−2t ഓഫ് ടി പ്ലസ് 2 × തേർഡ് ടേമിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 by s + 2 the whole square ആണെങ്കിൽ ഓക്കെ 1 by s² ആണെങ്കിൽ t × u of t ആണ്. 1 by s + 2 the whole square ആണെങ്കിൽ t × e⁻−2t u of t. So this is the inverse transform of the given x of s. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് കാറ്റഗറി. അങ്ങനെയായിരുന്നു. ഒരു ടേമിന് സ്ക്വയർ വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. And now we'll move on to the next type of question. Third question. Find the inverse transform of x of s is equal to 2s + 1 divided by s + 1 into s² plus 2s + 2. This is the Laplace transform of which the inverse transform need to be evaluated. അപ്പോൾ ഇതിന്റെ ന്യൂമറേറ്റർ നെവർ മൈൻഡ് ആണ്. ഡിനോമിനേറ്റർ നോക്കൂ. ഡിനോമിനേറ്ററിൽ ഒരെണ്ണം ഫാക്ടർ ആണ്, s + 1 ഫാക്ടർ ആണ്. അത് കഴിഞ്ഞിട്ട് പോളിനോമിയൽ തന്നിട്ടുള്ള s² + 2s + 2. ഈ തന്നിട്ടുള്ള പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? s² + 2s + 2 പ്രയാസമാണ്. അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ജെയിൻ്റെ ടേംസ് കോംപ്ലക്സ് നമ്പർ വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. അത് വേണ്ട. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിൽ നമ്മൾ തേർഡ് ടൈപ്പ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ we will write x of s is equal to 2s + 1 by s + 1 into s² + 2s + 2 equal to, ശ്രദ്ധിക്കുക, ഇനിയാണ് ഫാക്ടറൈസേഷൻ അല്ല പാർഷ്യൽ ഫ്രാക്ഷന്റെ ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് ടേം സാധാ സിമ്പിൾ ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ a by s + 1 തന്നെ വിളിച്ചു.
പ്ലസ്. ഇനിയാണ് പ്രശ്നം, സെക്കൻഡ് ഫാക്ടറാണ്, സെക്കൻഡ് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിലുള്ള പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. ബി എസ് പ്ലസ് സി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഓക്കെ, ഇതിലെ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആയതുകൊണ്ട് അതിനേക്കാൾ ഒരു ഡിഗ്രി ലെസ് ചെയ്തുകൊണ്ട് ബി എസ് പ്ലസ് സി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് എഴുതി. ഓക്കെ, ഇത് തേർഡ് കാറ്റഗറി ആണ് കേട്ടോ. ഈ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ മനസ്സിലാക്കുക. ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. We will move finding the LCM and all. Therefore 2s plus 1, finding the LCM ആണ്. 2s plus 1 equal to a into s square plus 2s plus 2 plus bs plus c into s plus 1. ഡിനോമിനേറ്റർ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഇങ്ങനെയാണ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, എന്നാൽ ഇതിനെക്കുറിച്ച് ചെയ്യാം. എ ബി സി 3 പേരും പ്രശ്നക്കാരാണ്. 3 പേരുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യാ? പുട്ട് എസ് ഇസ് ഈക്വൽ ടു -1. എസ് ഈക്വൽ ടു -1 കിട്ടും. കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എൽ എച്ച് എസ് എന്താ ഉണ്ടാവുക? -2 + 1 വരും. ദാറ്റ് മീൻസ് -1. സോ -1 ഈക്വൽ ടു എ ഇൻറ്റു, ഇവിടെ എസിന് -1 കൊടുത്തു കഴിഞ്ഞാൽ 1 -2 + 2 എന്ന് കിട്ടും. ഇറ്റ്സ് 1. എ ഇൻറ്റു 1. അടുത്ത ടേം 0 ആയി പോകും. ബിക്കോസ് എസ് ഇസ് ഈക്വൽ ടു -1 ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു -1. സോ ഒരു വാല്യൂ നമുക്ക് റെഡിക്ക് കിട്ടി. ഇനി എസിന് അങ്ങനെ വാല്യൂ കൊടുത്തിട്ട് കാര്യമില്ല, വേറെ ബിയും സിയും ഒക്കെ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ വേറൊരു എന്താ ചെയ്യാം? നമുക്ക് ഒരു കാര്യം ചെയ്യാം. നേരത്തെ പോലെ തന്നെ ഇക്വേറ്റ് ദ കോൺസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇക്വേറ്റ് കോൺസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോ എൽ എച്ച് എസിലെ കോൺസ്റ്റന്റ് 1 ആണ്. ഫോർ 1 ഈക്വൽ ടു, പിന്നെ ഫസ്റ്റ് ടേമിലെ കോൺസ്റ്റന്റ് എന്താ വരിക? 2a ആണ് വരിക. 2a പ്ലസ് സെക്കൻഡ് ടേമിൽ കോൺസ്റ്റന്റ് എന്താ വരിക? സെക്കൻഡ് ടേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ബി എസ് സ്ക്വയർ പ്ലസ് സി എസ് പ്ലസ് ബി എസ് പ്ലസ് സി എന്ന് കിട്ടും. ഇതിലെ കോൺസ്റ്റന്റ് എന്താണ്? സി മാത്രമാണ്. സോ 2a പ്ലസ് സി. അതായത് എന്റെ വാല്യൂ ഓൾറെഡി നോൺ ആണ്. ദാറ്റ് മീൻസ് 1 ഈക്വൽ ടു -2 പ്ലസ് സി ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു സി ഈക്വൽ ടു 3. സി ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ 2 വാല്യൂസ് കിട്ടി. ഇനി എന്താ ചെയ്യാ? ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്തു, അതുപോലെ വേണമെങ്കിൽ ഇക്വേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് എസ് ഓൺ ബോത്ത് സൈഡ്സ്. എസ്സോ അല്ലെങ്കിൽ എസ് സ്ക്വയറോ എന്തെങ്കിലും ചെയ്യാം. എസ് ചെയ്യാം, കാരണം എസ് സ്ക്വയർ ഇവിടെ 0 അല്ലേ. ഓക്കെ, അപ്പൊ 2 സൈഡിലെയും ഇക്വേഷന്റെ 2 സൈഡിലെയും എസിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എൽ എച്ച് എസിൽ 2 ആണ്. Therefore you get 2 equal to RHS ആദ്യത്തെ ടേമിൽ എന്താ ഉണ്ടാവുക? 2as ആണ് വരിക അല്ലെ. സോ 2a ഫസ്റ്റ് ടേമിൽ പ്ലസ് സെക്കൻഡ് ടേമിന്റെ എക്സ്പാൻഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവിടെ എസിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് c പ്ലസ് ബി വരുന്നുണ്ട്. സോ c പ്ലസ് ബി. അപ്പൊ അതിൽ എക്കും സിക്കും വാല്യൂസ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. സോ ഇറ്റ് ഇസ് ഈസി ടു ഗെറ്റ് ബി. ദാറ്റ് മീൻസ് 2 equal to -2 plus 3 plus b. That implies b equal to 1. ശരിയല്ലേ? അതെ. സോ വി ഗോട്ട് ഓൾ ദ വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി തിരിച്ച് നമ്മുടെ എക്സ്പ്രഷൻ എഴുതാം. എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് 1. എ ഇസ് -1 ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി എസ് പ്ലസ് സി ആണ് അല്ലെ. ബി എസ് പ്ലസ് സിയിൽ ബി 1 ആണ്, സി 3 ആണ്. സോ എസ് പ്ലസ് 3 എന്ന് പറയും. ബി എസ് പ്ലസ് സി ബിക്കംസ് എസ് പ്ലസ് 3 ബിക്കോസ് ബി ഇസ് 1 ആൻഡ് സി ഇസ് 3 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഇങ്ങനെ വന്നു. ഇനി ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പോലെ നേരിട്ട് നമുക്ക് അങ്ങോട്ട് ഇത് എഴുതാം, ഇൻവേഴ്സ് എഴുതാൻ പറ്റില്ല. ഫസ്റ്റ് ടൈമിന്റെ ഓക്കെ എഴുതാൻ പറ്റും. സെക്കൻഡ് ടൈമിന്റെ ഇൻവേഴ്സ് ഇവിടുന്ന് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് തരികടകളൊക്കെ ചെയ്യാൻ നോക്കും. ഒന്ന് മാറ്റിട്ടെ. ഓക്കെ, കുറച്ച് പണിയുണ്ട്, നോക്കാം. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു, ഇനി കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് ആണ്. -1 ബൈ എസ് പ്ലസ് 1. അയാളോട് ഒന്ന് കിട്ടാൻ അയാൾ സേഫ് ആണ് നമുക്കറിയാം. പ്ലസ്
ഇനി എസ് പ്ലസ് ത്രീ ബൈ എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ടു എന്ന് ഞാൻ ആദ്യം എസ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഇതില് എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ഇനി ലാസ്റ്റ് ഈ കോൺസ്റ്റന്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനെന്ന് അറിയോ? തൊട്ട് മുമ്പുള്ള എസിന്റെ കോഎഫിഷ്യന്റ് കണ്ടോ, അത് 2 ആണ്. അതിന്റെ ഹാഫ് എത്രയാണ്? 1 ആണ്. അപ്പൊ ആ ഹാഫ് 1 ഞാനിവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഈ 2 എന്ന കോൺസ്റ്റന്റ് എഴുതേണ്ടതിന് പകരം ഞാൻ എസിന്റെ കോഎഫിഷ്യന്റ് ആയ 2ന്റെ ഹാഫ്, അതായത് 1 എഴുതി. തെറ്റാണ് അല്ലേ? അപ്പൊ തെറ്റ് മാറ്റാൻ എന്ത് ചെയ്യണം? +1 കൂടി ഇടണം. ഇപ്പൊ അല്ലേ ശരിയാവുക? എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ടു ഇപ്പോഴാണ് ശരിയാവുക. സോ ഞാൻ ഒന്നുകൂടി പറയാം, എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ടു എഴുതുന്നതിന് പകരം ഞാൻ എസ് സ്ക്വയർ പ്ലസ് ടു എസ് വരെ എഴുതി നിർത്തിയിട്ട് ഈ എസിന്റെ കോഎഫിഷ്യന്റ് ആയ 2ന്റെ പകുതി എടുത്തു, 1, എന്നിട്ട് ആ 1 ഇവിടെ എഴുതി. ഓക്കെ, എന്നിട്ട് ഈ ഡിനോമിനേറ്റർ വാല്യൂ തെറ്റാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള വാല്യൂ +1 ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി. അത്ര ചെയ്തുള്ളൂ. ഓക്കെ, നൗ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങനെ ചെയ്തതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -1 by s plus 1 plus s plus 3 divided by നമ്മൾ ആദ്യം ഇങ്ങനെ വൃത്തികേടാക്കി എഴുതിയ ആ പോളിനോമിയൽ ഉണ്ടല്ലോ, അതിപ്പോ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതിനാണ് നമ്മൾ അങ്ങനെ എടുത്തത്. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് അടുത്തതിന്റെ 2ന്റെ പകുതി എടുത്തു 1 ആക്കി, അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ ദാറ്റ് മീൻസ് എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആയിരുന്നു കിട്ടിയത്, പ്ലസ് 1 ആ 1 വേണ്ടി 1 സ്ക്വയർ എന്ന് കിട്ടുന്നു. കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാവും എന്തിനാ ഞാൻ കിട്ടിയെന്ന് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 by s plus 1 പ്ലസ് ഈ എസ് പ്ലസ് 3നെ ഞാൻ എസ് പ്ലസ് 1 പ്ലസ് 2 എന്ന് എഴുതി സ്പ്ലിറ്റ് ചെയ്തു. എഗെയിൻ അടുത്ത വട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. താഴത്തെ അതുപോലെ തന്നെ മാറ്റി എഴുതി. ഓക്കെ, that is equal to -1 by s plus 1 plus ഇതിനെ s plus 1 by s plus 1 the whole square plus 1 square plus 2 into 1 by s plus 1 the whole square plus 1 square എന്ന് എഴുതി. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ഫൈൻ expression from which every term denotes a non-inverse Laplace transform. That means, therefore, x of t equal to ഇതിന് ഓരോ ടേമിനും നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പറഞ്ഞുതരാം. ഫസ്റ്റ് ടേമിന് ഓൾറെഡി നോൺ ആണ് നമുക്ക്, -e⁻−t u of t. ഓക്കെ, പ്ലസ് സെക്കൻഡ് ടേം എവിടെയെങ്കിലും കണ്ടത് ഓർമ്മയുണ്ടോ? s plus 1 by s plus 1 whole square plus 1 square. അതെന്തിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് e⁻−t cos t u of t-യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, അല്ല ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അത് ഇതും e⁻−t cos t u of t-യും ലാപ്ലേസ് ട്രാൻസ്ഫോം പെയർസ് ആണ്. ഓക്കെ, സോ that value is e⁻−t cos t u of t പ്ലസ് 2 into ഈ കാണുന്ന ആളെ ഓർമ്മയുണ്ടോ? 1 by s plus 1 square plus 1 square. ഇതും അറിയാവുന്ന ഒരാളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. എന്താണ്? ദാറ്റ് ഈസ് e⁻−t sin t u of t. So this is the final answer. So ഇതാണ് തേർഡ് കാറ്റഗറി ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പ്രഷൻ. ഇത്തിരി പണിയാണ്, നല്ലപോലെ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത സാധനം വന്നു കഴിഞ്ഞാൽ അവിടെ കോസോ സൈനോ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വരുന്ന ആദ്യമേ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്തു തുടങ്ങുക. എന്നാലാണ് ഫൈനൽ ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ 3 കാറ്റഗറി എപ്പോഴത്തേനും കഴിഞ്ഞിരിക്കുന്നു. 2 ആയിട്ടുള്ളൂ അല്ലെ? അപ്പൊ പെട്ടെന്ന് തീർത്ത്. ഇനി ഒരു കാറ്റഗറി കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ നിർത്താം. ഓക്കെ, അപ്പോൾ ഇതും മനസ്സിലായി എന്ന് കരുതുന്നു. നൗ വി വിൽ മൂവ് ഓൺ ടു ദ ലാസ്റ്റ് കാറ്റഗറി. Question: find the inverse Laplace transform of x of s is equal to e⁻−2s all divided by s plus 1 into s plus 2. Okay, x of s is e⁻−2s by s plus 1 into s plus 2. ഇവിടെ ഒരു
ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ, ഒരു e⁻²s പോളിനോമിയൽ അല്ല, ഫാക്ടറും അല്ലാത്തൊരു സാധനം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ന്യൂമറേറ്ററിലാണ്, നമ്മുടെ ഇതെന്താണ്, ന്യൂമറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പക്ഷേ e⁻²s അങ്ങനെയെങ്കിലും നെവർ മൈൻഡ് ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഈ e⁻²s ഒന്ന് താൽക്കാലികമായിട്ട് ഇഗ്നോർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എഴുതാം x1 of s is equal to 1/s+1 into s+2. ഓക്കെ, തൽക്കാലം e⁻²s നമ്മൾ ഒഴിവാക്കി. എന്നിട്ട് ബാക്കിയുള്ളവനെ പിടിച്ചെടുത്തു 1/s+1 into s+2. ഇവന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് കാറ്റഗറി പഠിച്ച പോലെ തന്നെ സാധാ 1 ഡിഗ്രി ആയിട്ടുള്ള യൂണിറ്റ് ഡിഗ്രി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇതിലുള്ളത്, ഡിനോമിനേറ്റർ ഉള്ളത്. ന്യൂമറേറ്ററിലാണെങ്കിൽ ഒന്നുമില്ല, എന്തുണ്ടായാലും നോക്കേണ്ട ആവശ്യമില്ല, നെവർമൈൻഡ് ന്യൂമറേറ്റർ ആണ്. സോ ഡിനോമിനേറ്റർ നോക്കുക. അപ്പൊ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിക്കോട്ടെ a/s+1 + b/s+2. ഞാൻ ചെയ്യണില്ല, ഇതിപ്പോ നമുക്ക് സിമ്പിൾ ആയതുകൊണ്ട് മനക്കണക്ക് ചെയ്യാം. ഇറ്റ് ഈസ് 1/s+1 - 1/s+2 ആണ്. ശരിയല്ലേ? നോക്കൂ, s+2 - s -1 2 - 1 1/s. ശരിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എയും ബി ഒന്നും സിമ്പിൾ ആയതുകൊണ്ട് എയും ബി ഒന്നും കാണാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, therefore x1 of s രണ്ട് ടേം നമുക്ക് അറിയാവുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. therefore ഈസി ആയിട്ട് x1 of t കണ്ടുപിടിക്കാം. x1 of s ന്റെ മാത്രം ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. സോ x1 of t will be e⁻−t u of t minus e⁻−2t u of t. നമുക്ക് സന്തോഷമായി, നമുക്ക് x1 of t കിട്ടി. പക്ഷെ അതല്ല കിട്ടേണ്ടത്, എന്താണ് കിട്ടേണ്ടത്? x of s ആ കിട്ടേണ്ടത്. x of s ആരുണ്ട്? e⁻−2s ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ അത് ചെയ്യേണ്ടി വരിക? വളരെ എളുപ്പമാണ്. x of s is actually e⁻−2s into x1 of s. നമ്മളാണ് x1 of s എടുത്തത്. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് e⁻−2s into x1 of s എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, now you think about the time shift property of Laplace transform. Time shift property എന്താ പറയണേ? If x of t and x of s are Laplace transform pairs, then x of t minus a will be having a Laplace transform e⁻−as into x of s. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതും അങ്ങനെ തന്നെയല്ലേ? e⁻−as x of s ആണ്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്തായിരിക്കും? x of t - 2 ആയിരിക്കും. Okay, therefore x of t will be equal to x1 of t - 2. ഓക്കെ, ഡയറക്റ്റ് നേർക്ക് നേർ ഈ മുകളിലത്തെ ഇക്വേഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. അപ്പോൾ x of s ന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം x of t ആണ്. e⁻−2s x1 of s ന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം x1 of t - 2 ആണ്, using time shift property. Okay, that implies the final answer x of t will be a time shifted version of x1 of t, which we have already calculated before. So e⁻−t - 2 u of t - 2 minus e⁻−2 into t - 2 u of t - 2. Or കുറച്ചുകൂടി എളുപ്പത്തിൽ e⁻−t - 2 minus e⁻−2 into t - 2 into u of t - 2. Okay, so this is the final answer. ഈ ഒരു 4 കാറ്റഗറിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്, ഇതിനപ്പുറം ഒന്നും വരാറില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഇന്റഗ്രൽ വെച്ചിട്ട് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല, എനിക്കും അറിയില്ല എങ്ങനെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ 4 കാറ്റഗറിയും കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇനി 1-2 എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ശബ്ദം ഏകദേശം ഇങ്ങനെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നാ ഇനി ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ if there is no doubts, you can leave. Otherwise, you can have some doubts. Okay, leave it. Thank you very much for coming attending this class, even if it is a holiday. Thank you very much, students. Bye. Thank you, sir.